അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയിൽ നിയമസഭയെ ചൂടുപിടിപ്പിച്ച് ഭരണപ്രതിപക്ഷ വാക്പോര്. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് എൻ ഷംസുദ്ദീൻ പ്രമേയം അവതരിപ്പിച്ചത്. യാഥാർത്ഥ്യം മറച്ചുവെച്ച് ആരോഗ്യമന്ത്രി മേനിനടിക്കുകയാണ് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഒന്നാമതെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ആരോഗ്യരംഗം ശരിക്കും നിശ്ചലാവസ്ഥയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. നമ്മളിതെല്ലാം ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നന്റ് ആണ്. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട്. കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചു. ശാസ്ത്രീയമായ അടിത്തറ വേണ്ടത് ഗവൺമെന്റിനാണ്. അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം പോവുകയാണ്. മനുഷ്യന്റെ ആരോഗ്യം പോവുകയാണ്. പൊതുജനാരോഗ്യ മേഖലയെ താഴ്ത്തിക്കെട്ടാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിച്ചടിച്ചു. രാജ്യത്ത് 70% മസ്തിഷ്കജ്വരങ്ങളുടെയും കാരണം അജ്ഞാതമാണ്. എന്നാൽ കേരളത്തിൽ കൃത്യമായ പരിശോധന നടക്കുന്നു. മരണനിരക്ക് 60% നിന്ന് 24% കുറയ്ക്കാൻ കഴിഞ്ഞെന്നും ആരോഗ്യമന്ത്രി അവകാശപ്പെട്ടു. സർ, കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നിർഭാഗ്യകരമായി കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. UDFന്റെ കാലഘട്ടത്തിൽ ശിശുമരണ നിരക്ക് 12 12-ൽ നിന്നാണ് 5 എന്നുള്ള നിരക്കിലേക്ക് ശിശുമരണ നിരക്ക് കേരളത്തിൽ എത്തിയത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 9 വർഷം മുൻപ് ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല സർ. പക്ഷേ ഈ 9 വർഷത്തിന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 13 ജില്ലകളിൽ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ ഉണ്ട്. ഇതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റം. ഇതിന് ബേജാറായിട്ട് കാര്യമില്ല സർ. അതിനിടെ പൊതുജനാരോഗ്യ രംഗത്തെ മാറ്റങ്ങൾ അറിയാതിരിക്കാൻ MLA സ്ഥലത്തില്ലേ എന്ന ആരോഗ്യമന്ത്രിയുടെ ചോദ്യം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ പിന്നീട് സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഒരു അംഗത്തെ പരസ്യമായ ഒരു മന്ത്രി അപമാനിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കും. ശരിയല്ലല്ലോ. എന്നാൽ ആരോഗ്യമന്ത്രിയെ എൻ ഷംസുദ്ദീൻ അധിക്ഷേപിച്ചുവെന്ന് ഭരണപക്ഷം ആരോപിച്ചു. ഷംസുദ്ദീൻ ഉപയോഗിച്ച പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ്. ആ പറഞ്ഞ പദം ഈ രേഖയിൽ നിന്ന് പിൻവലിക്കണം, അയാൾ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടാണ്. വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത്. ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത്. അത് ഞാനോട് പറയണോ? അന്ന് പറഞ്ഞല്ലോ ആ പോയിന്റിൽ നടത്തിയിട്ടുണ്ട്. ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുമായി അങ്ങനത്തെ പദപ്രയോഗം വരണ്ട. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആർ ശ്രീത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം. ശ്രീത്ത്, എന്താണെന്ന് സഭയിൽ നടന്നത്? വിശദാംശങ്ങൾ. രണ്ടാം ദിവസവും തുടർച്ചയായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതായിരുന്നു ഇന്നും സഭയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് പടരുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ആയിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചാ വിഷയമായി മാറിയത്. സർക്കാർ സംവിധാനം ആകെ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്ത് നിന്ന് എൻ ഷംസുദ്ദീൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ഒന്നാമതാണെന്ന് മേനിനടിക്കുന്നുണ്ടെങ്കിലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിൽ പൂർണ്ണമായും പരാജയമാണ്. പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ട് കൂടി ഇതിൻ്റെ ഉറവിടം എന്താണ്, ഇതെങ്ങനെയാണ് പടരുന്നത് എന്ന് കണ്ടെത്താൻ പോലും സർക്കാരിനായിട്ടില്ല എന്ന് പ്രതിപക്ഷം വിമർശിച്ചു. എപ്പോഴും ഒന്നാമതാണെന്ന് തള്ളുന്നത് അപകടകരമാണെന്ന് ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ല, മറിച്ച് LDFന്റെ അനുഭാവി കൂടിയായ മുൻ ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദനാണെന്നും പ്രതിപക്ഷം ഓർമ്മിപ്പിച്ചു. അത്തരത്തിൽ ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. എന്നാൽ ഭരണപക്ഷമാകട്ടെ കേരളം കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഒന്നാകെ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു നേരിട്ടത്. കേരളത്തിൽ കാത്ത് ലാബുകളുടെ എണ്ണം വർദ്ധിച്ചത്, ഒപ്പം തന്നെ ആരോഗ്യരംഗത്തുണ്ടായ മറ്റ് ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.